ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗം എല്ലാവരും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ അങ്ങനെ ലീലകളൊക്കെ ആടി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം നാരദൻ കംസനെ കാണുന്നതിനായിട്ട് മധുരയിലേക്ക് എത്തുന്നു. കംസൻ നാരദനെ സ്വീകരിക്കുന്നു. അതിനുശേഷം വേണ്ട ആചാരമര്യാദകളൊക്കെ നിർവഹിച്ചതിനു ശേഷം അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളിയതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ നാരദൻ പറയുകയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലോകത്തിലുള്ള ഏതു സംഭവങ്ങളും പുറത്തറിയിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. ആ ജോലിയാണ് ബ്രഹ്മദേവൻ എനിക്ക് നൽകിയിട്ടുള്ളത്. അതനുസരിച്ചിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. വൃന്ദാവനത്തിൽ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ വളരുന്ന രാമകൃഷ്ണന്മാരായ ബാലന്മാർ അങ്ങയുടെ ശത്രുക്കളാണ്. അല്ലയോ കംസരാജാവേ, അങ്ങ് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അങ്ങയുടെ സുഹൃത്തുക്കളായ പൂതന, ശകടൻ, തൃണാവർത്തൻ, ബഗൻ, അഘൻ തുടങ്ങിയ അസുരന്മാരെ വധിച്ചത് അവരിൽ ഇളയവനായ ആ കൃഷ്ണനാണ്. ഈ അടുത്ത അവസരത്തിൽ അങ്ങയുടെ ബന്ധുവായ അരിഷ്ടനെ വധിച്ചതും ആ ബാലൻ തന്നെയാണ്. അങ്ങയുടെ മറ്റൊരു സ്നേഹിതനായ ധേനുകനെ വധിച്ചത് ആ രാമനാണ്. അങ്ങനെ അങ്ങയുടെ ശത്രുക്കൾ അവിടെ വളരുന്നു എന്ന് അങ്ങ് അറിയണം, അങ്ങ് സൂക്ഷിക്കണം. ഇനി മറ്റൊരു കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം. അവരാരാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അവർ രണ്ടുപേരും അങ്ങയുടെ സഹോദരിയുടെ ഭർത്താവായ വാസുദേവ യാദവൻ്റെ പുത്രന്മാരാണ്. വാസുദേവർക്ക് രോഹിണി എന്ന പത്നിയിലുണ്ടായ പുത്രനാണ് രാമൻ. അങ്ങയുടെ സഹോദരി ദേവകീ ദേവിയുടെ 8ാമത്തെ പുത്രനാണ് കൃഷ്ണൻ. അവനാണ് അങ്ങയുടെ ഘാതകനായി പിറന്നിട്ടുള്ളത്. ദേവകി പ്രസവിച്ച ഉടനെ ആരുമറിയാതെ ആ കുഞ്ഞിനെ നന്ദഗോപരുടെ ഗൃഹത്തിൽ കൊണ്ടുചെന്ന് കിടത്തിയിട്ട് അതേസമയം നന്ദഗോപരുടെ പത്നി പ്രസവിച്ച പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോരുകയായിരുന്നു. ആ കുഞ്ഞിനെയാണ് അങ്ങ് ദേവകി പ്രസവിച്ച 8ാമത്തെ കുട്ടിയായി കണ്ടത്. അവൾ ആകാശത്തു നിന്നുകൊണ്ട് അങ്ങയോട് പറഞ്ഞ വാക്കുകളുടെ സത്യം ഇതു തന്നെയായിരുന്നു. ഇനി അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങയുടെ രക്ഷ നോക്കിക്കൊള്ളുക. ഇളയവനായ കൃഷ്ണന് ഇപ്പോൾ 9 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നാരദൻ കംസർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇതു കേട്ടതും കംസന് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. ഇപ്പോൾ തന്നെ ആ വഞ്ചകനായ വാസുദേവനെ വധിച്ചിട്ടു തന്നെ കാര്യം എന്ന് അലറുകയാണ് കംസൻ. എന്നിട്ട് വാളുമെടുത്തുകൊണ്ട് വസുദേവനെ കൊല്ലാനായി ചാടി എഴുന്നേറ്റു കംസൻ. അപ്പോൾ നാരദൻ തടയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭോജരാജാവേ, അങ്ങ് രാജാവാണ്. അവരെ വധിക്കണമെങ്കിൽ അതിന് അങ്ങു തന്നെ വേണം എന്നുണ്ടോ? ആരോടെങ്കിലും ആജ്ഞാപിച്ചാൽ അവർ ആ നിമിഷത്തിൽ തന്നെ അത് ചെയ്യുകയില്ലേ? പോരെങ്കിൽ സ്വന്തം
സുഖത്തിനു വേണ്ടി. ബന്ധുക്കളെ വധിക്കുന്നത് ധർമ്മമല്ല. ധർമ്മത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അത് വലിയ കീർത്തിദോഷമുണ്ടാക്കും. കാര്യമറിഞ്ഞല്ലോ, ഇനി അതു മതി, മറ്റൊന്നും അങ്ങ് ആലോചിക്കണ്ട എന്ന് നാരദൻ സൂത്രത്തിൽ പറഞ്ഞ കംസനെ അനുനയിപ്പിക്കുന്നു. അങ്ങനെ നാരദൻ അവിടെ നിന്നും യാത്രയാകുന്നു. പക്ഷേ കംസൻ്റെ മനസ്സിൽ നാരദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നു. അതിനുശേഷം വൈരാഗ്യത്തോടു കൂടി ദേവകിയെയും വസുദേവരെയും നിഷ്കരുണം ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ പലപ്പോഴും പലർക്കുമുള്ള സംശയമാണ്. പലരും ചോദിച്ചിരുന്നു. നമ്മൾ കഥ പറഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ ജാതകർമ്മം ചെയ്യിക്കുന്നതിന് വേണ്ടി വസുദേവര് ഗർഗാചാര്യനെ കാണാൻ പോയി എന്ന് പറയുന്നു രഹസ്യമായി. അതുപോലെ തന്നെ നന്ദഗോപര് വസുദേവരെ കാണാൻ ചെന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. ആ സമയത്ത് പലർക്കുമുണ്ടായ സംശയമാണ്, വസുദേവരും ദേവകിയും കാരാഗ്രഹത്തിലല്ലേ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത് എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായി. ആ സമയം അവർ കാരാഗ്രഹത്തിലായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും കംസൻ അവരെ കാരാഗ്രഹത്തിൽ അടച്ചത്. അങ്ങനെയാണ് പിന്നീട് കൃഷ്ണൻ അവരെ മോചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ കംസൻ ദേവകിയെയും വസുദേവരെയും വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അതിനുശേഷം തൻ്റെ മന്ത്രിമാരെ വിളിച്ചു വരുത്തുകയും നാരദൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരുമായി സംസാരിക്കുകയും ചെയ്തു. ചിലരൊക്കെ പറഞ്ഞു, പ്രഭോ, ആ ഏഷണിക്കാരൻ മുനിയെ വിശ്വസിക്കരുത്. ഒരു വീണയും ചുമന്നുകൊണ്ട് നാടുനീളെ നടന്ന് നുണ പരത്തുന്ന തൊഴിലാണ് ആ ചങ്ങാതിക്കുള്ളത്. ഒരു കൊച്ചു കാട്ടുകുറുക്കൻ മൃഗരാജാവായ സിംഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങേക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ തന്നെയും ആ രാമകൃഷ്ണന്മാർ ആരാണ്? കാട്ടിൽ പശുക്കളെ മേച്ചു നടക്കുന്ന വെറും ഗോപാല പിള്ളാരല്ലേ? പൂതന, ബഗൻ, തൃണാവർത്തൻ, അഖൻ മുതലായവരെ ആരും കൊന്നതല്ല. അവർ ചത്തത് ആയുസ്സെത്തിയിട്ടാണ്. വീരസ്യത്തിനു വേണ്ടി കൃഷ്ണൻ ഞാൻ കൊന്നു എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് ഇതൊന്നും വിശ്വസിക്കേണ്ട, അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്നൊക്കെ ചിലർ കംസനെ പറഞ്ഞ് ഉപദേശിക്കുന്നു. പക്ഷേ കംസൻ്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. അവരെ വധിക്കണം, സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഏഷണിക്കാരനാണ് നാരദൻ. ചിലപ്പോൾ ചിലത് പറഞ്ഞെന്നുമിരിക്കും. എങ്കിലും എല്ലാം നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. എങ്കിലും ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്ന നിലയിൽ ആ കൃഷ്ണൻ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് മനസമാധാനമില്ല. അതിനാൽ അവനെ ഏതു വിധവും വധിക്കണം. അതിനുള്ള മാർഗമാണ് ഇനി നമുക്ക് ആലോചിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു പറയൂ. ശത്രു ബലഹീനനാണ് എങ്കിലും അവൻ്റെ ഉന്മൂലനാശം വരുത്തുന്നതാണ് ഉത്തമമായ രാജധർമ്മം. ഇങ്ങനെ കംസൻ വീണ്ടും ഈ അസുരന്മാരോട് പറയുന്നു. കാരണം അവർ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ കംസൻ അവരോട് ഇങ്ങനെ തിരിച്ചു പറയുകയാണ്. കംസൻ്റെ മന്ത്രിമാരെല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് ആലോചിച്ചതിനു ശേഷം അവർ കംസനോട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധനുര്യാഗത്തിനുള്ള സമയമല്ലേ ഇപ്പോൾ വരാൻ പോകുന്നത്? യാഗം ഉടനെ ആരംഭിക്കണം. യാഗത്തിന് ആ രാമകൃഷ്ണന്മാരെ ഏതു വിധത്തിലെങ്കിലും ക്ഷണിച്ച് ഇവിടെ വരുത്തണം. ഒരു മുഷ്ടിയുദ്ധത്തിന് കളമൊരുക്കി മുഷ്ടിക ചാണൂരന്മാരെ കൊണ്ട് അവരെ
കൊല്ലിക്കണം. ഇതാണ് ശരിയായ മാർഗമെന്ന് ഈ മന്ത്രിമാർ വന്ന് കംസനോട് പറയുന്നു. അത് ശരിയാണ് എന്ന് കംസന് തോന്നുകയും യാഗം പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം കുവലയാപീഠം എന്ന ഒരു മതയാനയുടെ പാപ്പാനെ വിളിച്ചു വരുത്തുകയും അയാളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ശട്ടം കെട്ടുകയും ചെയ്യുന്നു. എടോ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇവിടെ ധനുര്യാഗം നടത്താൻ പോവുകയാണ്. യാഗശാലയുടെ പ്രവേശനദ്വാരത്തിൽ നീ ആനയെ കൊണ്ടുവന്ന് നിർത്തണം. നമ്മുടെ ശത്രുക്കളായ 2 ഗോപാലബാലന്മാർ ഇവിടെ വരുമ്പോൾ ആനയെ കൊണ്ട് കുത്തിച്ച് നീ അവരെ കൊല്ലിക്കണം. ഇത് ഭോജരാജാവിൻ്റെ കൽപ്പനയാണ്. ഓർമ്മയിരിക്കട്ടെ. ഇക്കാര്യം പുറത്താരോടും പറയണ്ട, മനസ്സിലിരുന്നാൽ മതി. കരുതി പ്രവർത്തിച്ചു കൊള്ളണം. നിനക്ക് പോകാം. വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായ സമ്മാനങ്ങൾ നാം നൽകുന്നതാണ് എന്ന് കംസൻ ഈ ആനപ്പാപ്പാനോട് പറയുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ മന്ത്രിമാരെയും ഗജപാലകനെയും പറഞ്ഞയച്ചതിനു ശേഷം കംസൻ കൃഷ്ണനെ മധുരയിലേക്ക് വരുത്തുവാനുള്ള മാർഗം എന്ത് എന്ന് ആലോചിക്കുന്നു. ആലോചനയ്ക്ക് ശേഷം അക്രൂരൻ എന്ന വിശ്വസ്തനെ കംസൻ ആളയച്ച് വരുത്തുന്നു. എന്നിട്ട് അക്രൂരനോട് പറയുകയാണ്, അക്രൂര, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. വസുദേവരുടെ ഒരു സഹോദര സ്ഥാനം നിനക്ക് ഉണ്ട് എങ്കിലും ഗാന്ധിനീപുത്രനായ നിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല. നീ നല്ലവനാണ്. നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു. നീ അത് സാധിച്ചു തരണം. നിന്നേക്കാൾ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൃന്ദാവനത്തിൽ നന്ദഗോപരുടെ പുത്രനായി വളരുന്ന കൃഷ്ണൻ എന്ന ഗോപാല ചെറുക്കൻ വാസ്തവത്തിൽ ദേവകി പ്രസവിച്ച 8ാമത്തെ പുത്രനാണ് എന്ന് ഞാൻ അറിയുന്നു. ചില സൂത്രവിദ്യകളിൽ കൂടി അവൻ വൃന്ദാവനത്തിൽ ഗോപകുമാരനായി വളരാൻ ഇടയായി എന്ന് മാത്രം. ആ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായിരിക്കുന്നു. അവൻ എൻ്റെ ഘാതകനാണ്. ആ നിലയിൽ അവനെ ഏതു വിധവും വധിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നീ ഉടൻ തന്നെ വൃന്ദാവനത്തിലെ ഗോകുലത്തിൽ എത്തുകയും നന്ദഗോപരോടും അതുപോലെ തന്നെ കൃഷ്ണനോടും അവൻ്റെ ജ്യേഷ്ഠൻ രാമനോടും ഇവിടെ നടക്കാൻ തുടങ്ങുന്ന ധനുര്യാഗത്തിൽ വന്ന് പങ്കുകൊള്ളുവാൻ ക്ഷണിക്കണം. രാമകൃഷ്ണന്മാരെ നീ കയ്യോടെ രഥത്തിൽ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യണം. അതിനുവേണ്ടി എൻ്റെ രാജകീയമായ രഥം നീ ഉപയോഗിച്ചു കൊള്ളുക. മാതുലനായ കംസൻ നടത്തുന്ന ധനുര്യാഗത്തിന് അനന്തരവരായ രാമകൃഷ്ണന്മാർ കൂടി വന്നു ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരെ പ്രത്യേകം ഞാൻ ക്ഷണിക്കുന്നത് എന്നുകൂടി അവരെ ധരിപ്പിക്കണം. അവർ ഇവിടെ വന്നാൽ യാഗശാലയുടെ മുമ്പിൽ വെച്ചു തന്നെ കുവലയാപീഠത്തെ കൊണ്ട് കുത്തിക്കൊല്ലിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അത് സാധിച്ചില്ലെങ്കിൽ മുഷ്ടിക ചാണൂരന്മാർ മല്ലയുദ്ധം ചെയ്ത് അവരെ വധിക്കും. അതിൽ സംശയിക്കുവാനൊന്നുമില്ല. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ എല്ലാ അഹങ്കാരവും അതോടുകൂടി നിലയ്ക്കും. രാമനെ വധിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എങ്കിലും അവനും ആ വഞ്ചകൻ വസുദേവൻ്റെ പുത്രനായതുകൊണ്ട് ചത്തോട്ടെ എന്നു ഞാൻ വിചാരിക്കുകയാണ് എന്ന് കംസൻ അക്രൂരനോട് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആ വസുദേവൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. അതു നീ അറിഞ്ഞു കാണുമല്ലോ. കൃഷ്ണനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വസുദേവരെയും കയ്യോടെ വകവരുത്തണം. വസുദേവൻ മരിച്ചു കഴിഞ്ഞാൽ
പിന്നെ അവൻ്റെ അച്ഛൻ ശൂരസേനനെയും വസുദേവൻ്റെ മറ്റു മക്കളെയും കയ്യോടെ തന്നെ വധിക്കണം. ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛനാണ് എന്ന് ഭാവിച്ചിരിക്കുന്ന ഉഗ്രസേനനെ കൂടി വധിക്കുക തന്നെ ചെയ്യണമെന്ന് അഹങ്കാരത്തോടു കൂടി കംസൻ അക്രൂരനോട് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അല്ലയോ അക്രൂര, അതുകൊണ്ട് യാതൊരു ചാഞ്ചല്യവും കൂടാതെ നീ വൃന്ദാവന ഗോകുലത്തിൽ പോയിട്ട് ആ രാമകൃഷ്ണന്മാരെയും നന്ദഗോപനെയും മറ്റുള്ളവരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. ആ ബാലന്മാരെ മാത്രമാണ് നമുക്ക് ഇവിടെ ആവശ്യം. പക്ഷേ അവരെ മാത്രമായിട്ട് ക്ഷണിച്ചാൽ ആർക്കെങ്കിലും സംശയം തോന്നിയെങ്കിലോ എന്നു കരുതിയാണ് നന്ദഗോപരെയും മറ്റുള്ള ഗോപാലന്മാരെ കൂടി ക്ഷണിക്കുവാൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ് അക്രൂരനെ ഈ ദൗത്യം കംസൻ ഏൽപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു ജീവച്ഛവം പോലെ നിൽക്കുകയാണ് ആ ഭക്തോത്തമൻ. എന്തു ചെയ്യണം എന്നറിയാതെ അദ്ദേഹം കംസനെ തൊഴുതിട്ട് പുറത്തേക്ക് പോകുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ഭാഗം ആർക്കൊക്കെ മനസ്സിലൂടെ കാണാനായിട്ട് സാധിച്ചു? അക്രൂരൻ ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ ഭാവം, അക്രൂരൻ്റെ അഭാവം, അഹങ്കാരത്തോടു കൂടിയുള്ള കംസൻ്റെ വർത്തമാനം, നാരദൻ വന്നു പറഞ്ഞപ്പോൾ കംസനുണ്ടായ പരിഭ്രമം, വസുദേവരെയും ദേവകിയെയും വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ആ ഭാഗം, മന്ത്രിമാരെയും മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചിട്ട് തൻ്റെ ആശങ്ക പങ്കുവെക്കുന്ന ആ ഭാഗം, അതൊക്കെ എത്ര പേരുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി കണ്ണടച്ചിരുന്നു കൊണ്ട് കേൾക്കുക. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവിടെ ഒരു പക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിചാരികയായിട്ടോ അല്ലെങ്കിൽ അക്രൂരനായിട്ടോ ഒക്കെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കണം. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിങ്ങളവിടെ ഉണ്ടായിരുന്നു എന്ന സങ്കല്പത്തിൽ മുമ്പോട്ട് പോകണം. അങ്ങനെ മുമ്പോട്ട് പോയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും. എത്രയോ മനുഷ്യരുണ്ട്, അവരിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ഈ കാര്യം നിങ്ങളോട് എപ്പോഴും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് വെറുതെ കഥ കേട്ട് പോയാൽ പോരാ. നമ്മുടെ മനസ്സിലേക്ക് ആ ഭാവം ഉണ്ടാകുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ച് നമ്മളിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉത്തമകളായ അല്ലെങ്കിൽ ഉത്തമന്മാരായ ഭക്തന്മാരായിത്തീരും. ഭഗവാന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ പതിയനെ പതിയനെ നിങ്ങൾക്ക് ഭഗവാനോടുള്ള സ്നേഹം, അതിൻ്റെ ആഴം വർദ്ധിക്കും. അങ്ങനെ എല്ലാവരും ഭഗവാനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് സാധിക്കും. ഒരു തവണ കേൾക്കുമ്പോൾ സാധിച്ചില്ലെങ്കിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.